ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഹസ്ന വ്ലോഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വല്യമ്മയും മൂത്തമ്മ ഒക്കെ ദുബായിലോട്ട് പോയിരുന്നു. അപ്പോൾ അവരിന്ന് തിരിച്ച് കേരളയിലോട്ട് വരാൻ പോവാണ്. അപ്പോൾ ഉമ്മയാണ് കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോ. ഉമ്മയും പിന്നെ എൻ്റെ ഫാമിലിയിലൊരു കാക്കാൻ്റെ ട്രാവലറായിട്ടാണ് പോകുന്നത്. 8 പേര് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി തന്നെയാണ്. അപ്പോൾ ഇക്കാക്കയും ഉമ്മയും അനിയനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ സുബൈ നേരത്താണ് ഉമ്മയും കാക്കി എല്ലാവരും കൂടി പോയത് കേട്ടോ. അപ്പോൾ കൊച്ചി ആയതുകൊണ്ട് നല്ല ദൂരമുണ്ട്. അപ്പോൾ അവർ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ എനിവേ അപ്പോൾ അവരെല്ലാവരും അവിടെ തന്നെ സന്തോഷം അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ മഴ പെയ്തു എന്ന് വെച്ചാൽ അവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, വൈരങ്കോട് അവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഈ നേരത്തൊക്കെ ഈ നേരത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യണ നേരത്ത് തന്നെ നല്ല സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ വീഡിയോസൊന്നും ഇല്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അവർ വരുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ അവർ വരാറായിട്ടോ. അപ്പം നമുക്ക് ഇതിൽ കാണാം അവർ വരുന്ന കാഴ്ച. അപ്പോൾ ഈ വരുന്ന അവരുടെ ഫാമിലിയിലത്തെ മെമ്പേഴ്സാണ് കേട്ടോ. ആ പർദ്ദയിട്ട ടീംസാണ് നമ്മുടെ ടീമുകളൊക്കെ. എനിവേ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊക്കെ കണ്ടു, എല്ലാവരും വന്നു. അപ്പോൾ വല്യമ്മയും എല്ലാവരും എത്തി. അങ്ങനെ എല്ലാവരും എന്താ പറയുക, വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. വണ്ടി നല്ല ട്രാഫിക് എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാണ് വണ്ടികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്ലോക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മാത്രമല്ല അവിടെ നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഉമ്മ. ഒരു മഴ പെയ്തുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ അവർ ഹോട്ടലിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ബീച്ച് അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കണ്ട്
അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കണ്ടാണ് അവർ വന്നത് കേട്ടോ. അങ്ങനെ അവിടെ നല്ല ട്രാഫിക് ആയതുകൊണ്ട് തന്നെ വീട്ടിലെത്താനായിട്ട് 2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 2 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലായിട്ട്. അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ 8 ആളാണ്. 4 ആൾക്കാർ ഞങ്ങളെ ഫാമിലിയിൽ നിന്നും, പിന്നെ 4 ആൾക്കാർ അവർ എൻ്റെ മുത്തമ്മാൻ്റെ ഫാമിലിയിൽ നിന്നുമാണ്. അപ്പോൾ ലഗേജ് ആണെങ്കിൽ തന്നെ കുറേ ഉണ്ടാവുമല്ലോ. ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, കുറേ ഉണ്ടാവും. 8 ആൾക്കാരില്ലേ, അപ്പോൾ കുറേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ ടെമ്പോ ട്രാവലറിന് തന്നെ കൊള്ളുന്നില്ലായിരുന്നു, അത്രയും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ആർക്കും ഇരിക്കാൻ സ്ഥലം പോലും ഇല്ലായിരുന്നു നല്ലപോലെ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പോകുന്നത്. ഇരിക്കാൻ സ്ഥലം ഉണ്ടോ ചോദിച്ചാൽ സ്ഥലമുണ്ട്, സ്ഥലമില്ല ചോദിച്ചാൽ സ്ഥലമില്ല, അതേമാതിരിയായിരുന്നു. വീട്ടിലെത്താൻ നല്ലോണം അവർ ലേറ്റായി. നല്ല മഴയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഉമ്മ. അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അവിടേക്ക് ടെമ്പോ ട്രാവലർ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെയുള്ള ഒരു റോട്ടും ഇട്ടുകാണ്ട് ഞങ്ങൾ വീട്ടിലത്തെ വാഗനർ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയത്. പിന്നെ മുത്തമ്മയും വല്യമ്മയും എല്ലാവരും കൂടി വാഗനറിലാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.